അറിഞ്ഞോടാ ദീപ കാര്യങ്ങള്? അരുൺ സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്തൊക്കെ കണ്ണെട്ടിയതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. അരുണിനെ പോലൊരു ചെറുപ്പക്കാരനാ അനന്തു. പക്ഷെ അയാൾ ഇതിനൊക്കെ കൂട്ടാ. ആ പലഹാരം കാർത്തു കഴിച്ചിരുന്നെങ്കിലോ? എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് കുറച്ചേ കഴിച്ചുള്ളൂ മഞ്ജു. അപ്പോഴേക്കും കുഞ്ഞു പോയി. അരുണിന്റെ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് അവര് കഴിച്ചില്ല. എടാ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മഞ്ജുവിന്റെ കുഞ്ഞു പോയതിന്റെ വേദനയില്ല കാർത്തു. കണ്ണേട്ടനും പൗത്രേടത്തും കൂടെ കാർത്തുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ രീതിയിൽ കാർത്തു മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളെക്കാൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാ കൂടെ ഉള്ളേ. പക്ഷെ അരുണും അരുണിന്റെ അമ്മയും പറഞ്ഞിട്ട് പോലും മോളൊന്നും കേൾക്കുന്നില്ല. അപകടം ഒഴിവാക്കുന്നത് തന്നെ കണ്ണേട്ട നല്ലത്. ഈ പലഹാരം കഴിച്ച് കാർത്തുവാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അരുൺ സാറിന്റെ ഏട്ടനെ നമ്മൾ പോയി തല്ലേണ്ടി വരില്ലേ? ഈ മഞ്ജു എന്ന് പറഞ്ഞുള്ള കാരണത്തെ അടിക്കേണ്ടി വരില്ലേ? കുടുംബക്കാര് തമ്മിൽ തല്ലാതെ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. കാർത്തു അല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്. കണ്ണേട്ട, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെ വീട്ടിൽ കയറ്റരുത്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കൊച്ചാ എന്റെ അനിയത്തിയെ കൊല്ലാൻ വേണ്ടിയാ പലഹാരമായിട്ട് മഞ്ജു അനന്തു അവിടെ എത്തിയത്. അപകടം മണത്തടഞ്ഞ മാളു അതേ പലഹാരം അവർക്ക് തന്നെ തിരികെ കൊടുത്തു. അത് കഴിച്ചിട്ട് അവർക്ക് കൊച്ചിനെ നഷ്ടപ്പെട്ടത്. ആര് പറയുന്നതാണ് സത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ സത്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അല്ലെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുന്ന ആളാ നിങ്ങള്. അത് നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയോണ്ടാ. അത്യാവശ്യം ചതിയും വഞ്ചനയൊക്കെ ഉള്ളവർക്ക് ആ രീതിയിൽ ജീവിക്കുന്നവരോടായിരിക്കും താല്പര്യം. ദേവയും ദേവയുടെ അച്ഛനും ഒക്കെ നല്ലവരിൽ നല്ലവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരെ ഒന്നും വെറുക്കരുതെന്ന് മഞ്ജുവിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവൾ അവളുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം കാണിക്കുന്നത്. കാർത്തുവിനെ പറ്റി ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് മഞ്ജു. അത് എന്റെ സ്വന്തം അനിയത്തിയെ ഞാൻ വളർത്തിയത് ചിട്ടയോടെ. അതിന്റെ എല്ലാ നന്മയും എന്റെ കാർത്തുനുണ്ട്. അവളെ വിമർശിക്കാനുള്ള ഒരു അർഹതയും ഈ പറഞ്ഞ മഞ്ജുവിനില്ല. അരുൺ വിവാഹം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് കാർത്തുനെ കൊണ്ടു ചെന്നതിന് ശേഷം എന്റെ കുഞ്ഞിന്റെ സ്വഭാവം കൊണ്ട് തന്നെയാ അവളെ എല്ലാരും സ്നേഹിച്ചത്. ഈ പറഞ്ഞ മഞ്ജു ഉണ്ടല്ലോ, ഇപ്പൊ മാത്രമല്ല ഇതിനു മുമ്പും കാർത്തുനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം പാമ്പിന്റെ വിഷം കുത്തിവെച്ചു. അതിനുശേഷം അനിയത്തിയും ചേച്ചിയുടെ പ്ലാൻ ചെയ്ത് ദീപാവലിയുടെ അന്ന് കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ടും എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. അവസാനം അന്ന് നടന്നതൊക്കെ അറിയാലോ. കൊല്ലാൻ വന്ന മാളൂനെ കരട് വരെ കൊടുത്താ കാർത്തു സഹായിച്ചത്. അതാ കുട്ടിയുടെ നന്മയാണെന്ന് ഞാൻ പലപ്പോഴും മഞ്ജുവിനോടും അനന്തിനോടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാ മനസ്സിലാവുന്ന ഇനങ്ങളല്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാരണവശാലും അനന്തുവോ മഞ്ജുവോ പറയുന്നത് കേട്ടിട്ട് നിരപരാധികളെ ഇങ്ങനെ വിമർശിക്കരുത്. അതൊന്നും എന്റെ വിഷയമല്ല. പിന്നെ കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. അവൾക്ക് മുന്നേ ഒരു കുഞ്ഞ് എനിക്ക് ജനിക്കുന്നത് അവർക്കും ഇഷ്ടമല്ല. എല്ലാരും കൂടിയുള്ള ഒത്തുകളിയായിരുന്നു. നമ്മൾ കാർത്തൂനെ കാണാൻ പോയപ്പോ അവിടെ മാളു ഉണ്ടായിരുന്നു. ആ സമയത്ത് ചായക്കൊപ്പം പലഹാരം അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷെ നമ്മളത് കഴിച്ചില്ല. അതൊക്കെ സംശയത്തിന് വഴിവെച്ചു. എന്നിട്ട് അപ്പച്ചിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം അതേ പലഹാരം മാള് നിനക്ക് കൊണ്ടുവന്ന് തന്നത്. ഇനിയിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഭാഗം ന്യായീകരിച്ചേ പറ്റൂ. അപ്പോ വൈദ്യം തന്ന മരുന്ന് ചേർത്ത പലഹാരമാണോ ഞാൻ കഴിച്ചത്? അതെ. എന്നിട്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സാവകാശമാണല്ലോ അത് ശരീരത്തെ ബാധിക്കുന്നത്. എന്റെ സമനില തെറ്റിക്കോട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തന്നെയാ നല്ലത്. കുഞ്ഞു പോയ വേദന മറക്കാൻ അതേ ഉള്ളൂ മാർഗം. എനിക്ക് ഭ്രാന്ത് വരണം. കഴിഞ്ഞതൊന്നും ഞാൻ ഓർക്കാൻ പാടില്ല. എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞ്. പക്ഷെ പോയില്ലേ, എല്ലാം തീർന്നില്ലേ? ഒരുപാട് കാശൊന്നുമില്ല. എങ്കിലും ഇത് വെച്ചോ. അമ്മയ്ക്ക് കുഴമ്പോ മറ്റോ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാലോ. നിനക്ക് എവിടുന്ന ഈ പൈസ? അതൊക്കെ എന്തിനാ അമ്മ അറിയുന്നത്? ഇത് പിടിക്കേ. പിടിക്കമ്മേ.
എന്തെങ്കിലും കിട്ടിയോ മോനെ? ആ, ചെറിയൊരു ജോലി കിട്ടി. എവിടെ? ആ, അത് പറയത്തക്ക ജോലിയൊന്നുമല്ല. പിന്നെ അത്യാവശ്യം ജീവിച്ചു പോവാം. കഷ്ടപ്പാടുള്ള ജോലിയാണോ? ഇന്നത്തെ കാലത്ത് കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റില്ലമ്മേ. മേലനങ്ങാതെ ജീവിക്കാൻ നോക്കിയതാ എനിക്ക് പറ്റിയ തെറ്റ്. ഒരു ഹോസ്പിറ്റൽ മാമൻ എനിക്കായി വാങ്ങി തന്നപ്പോ AC റൂമിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് ഞാനങ്ങ് സൂചിച്ചുപോയി. സ്വന്തം തൊഴിലിനെ കുറിച്ച് പോലും മറന്നുപോയി. അതുകൊണ്ട് ജീവിതം എന്താണെന്ന് പഠിച്ചു. ഈ പൈസ എനിക്ക് വേണ്ട മോനെ. നിനക്ക് ആവശ്യങ്ങളുള്ളതല്ലേ? ഞാൻ ഇനി ഒറ്റയ്ക്കല്ലേ അമ്മേ. 3 പേരെ എന്തെങ്കിലും കഴിക്കണം, കിടക്കാൻ ഒരിടം വേണം, അത്രേ ഉള്ളൂ. അതൊക്കെ എന്തായാലും ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ജോലിക്ക് കയറിയിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ. ഇനി മാസത്തിൽ 1-2 തവണ വരാം. എന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും തരാം. എനിക്കൊന്നും വേണ്ട മോനെ. നീ എവിടെയെങ്കിലും പോയി നന്നായി ജീവിക്കുന്നെന്ന് അറിഞ്ഞാൽ മാത്രം മതി അമ്മയ്ക്ക്. ഇനി ഞാൻ എവിടെയായാലും മനസമാധാനത്തോടെ ജീവിക്കുമേ. ആ നരകത്തിന്ന് പടിയിറങ്ങിയില്ലേ? ഇതെത്രയോ നാള് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. മോനും ഞാനും അവിടെ ഉള്ളപ്പോ കാർത്തും പവിത്രയും സത്യങ്ങൾ ഓരോന്ന് പറഞ്ഞതാ. അന്ന് അവരെയും കളിയാക്കി. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ ഞാനും നിന്നോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അന്ന് അമ്മ നിനക്ക് ശത്രുവായി. അവസാനം പൊറുതിമുട്ടി ഞാനും അവിടുന്ന് പുറത്തിറങ്ങി. അവിടുന്ന് പടിയിറങ്ങി നേരെ ഇങ്ങോട്ടല്ല വന്നത്, അനാഥാലയത്തിലോട്ടാ പോയത്. അങ്ങനെ പോയി അവിടെ താമസിക്കുമ്പോഴും കണ്ണനെ ഓർത്തല്ല ഞാൻ കരഞ്ഞത്, നിന്നെ ഓർത്ത. കാരണം പവിത്ര സ്നേഹമുള്ള അവൾ ഒരിക്കലും കണ്ണനെ നോവിക്കില്ല. അതുപോലെ ആയിരുന്നില്ല നിന്റെ കാര്യം. നിന്റെ ഭാര്യ അവളുടെ അമ്മയും കൂടെ ചേർന്ന് നിന്നെ ചക്രശ്വാസം വലിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അത് തന്നെയല്ലേ സംഭവിച്ചതും? ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കാൻ പോയത്. അതിനെ അനിയത്തി തന്നെ അലസിപ്പിച്ചു കളഞ്ഞു. എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. എന്തായാലും ശരി, അനിയത്തിയും സ്വന്തം അമ്മയുമാണ് പ്രതികളെങ്കിൽ അത് ഇത്തിരി കൂടിപ്പോയി. ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഡോക്ടറെ? കുറച്ചു കഴിഞ്ഞെല്ലാം ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും അമ്മയാവാൻ സാധിക്കും. ആ, ഇതൊക്കെ പറയുന്ന എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. എന്റെ കെട്ടിയോനാ കുഴപ്പം. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പോട്ടെ, ഞാൻ പത്മിനി ഒന്ന് കാണാതിരിക്കുമായിരുന്നു. എന്താ ഇനിയും മഞ്ജുമോളുടെ മുടിയെടുക്കണോ? അതിനൊന്നുമല്ല. പത്മിനിയുടെ അറിവിൽ മഞ്ജുവിന്റെ അമ്മയോ മുത്തച്ഛനോ മറ്റോ ഏതെങ്കിലും അനാഥ പെൺകുട്ടികളെ വളർത്തുന്നതായിട്ട് അറിയോ? ഏയ്, അങ്ങനെ ആരും എനിക്കറിയില്ല. ഒന്ന് ഓർത്തു നോക്കി. ഇല്ല ഡോക്ടറെ. എന്തിനാ അനാഥ പെൺകുട്ടിയെ പറ്റി തിരക്കുന്നത്? ഏയ്, വെറുതെ ഒന്നും തിരക്കില്ല. ശരിയെന്നാ. ആ ഡോക്ടറെ, മഞ്ജുമോളുടെ അമ്മയും മുത്തശ്ശനും ഒന്നും അനാഥ പെൺകുട്ടികളെ വളർത്തുന്നില്ല. എന്നാൽ എന്റെ അനിയത്തിയുടെ ഭർത്താവുണ്ടല്ലോ കണ്ണൻ, അവൻ ഒരു അനാഥ പെൺകുട്ടിയെ അന്തസ്സായി വളർത്തിയ കൂട്ടത്തിലാ. അതാരാ? അയ്യോ, അവള് ഡോക്ടർ അറിയും. അവളല്ലയോ മഞ്ജുമോളുടെ പ്രധാന ശത്രു കാർത്തു. കാർത്തു കണ്ണന്റെ സ്വന്തം പെങ്ങളല്ലേ? അയ്യോ അല്ല, സ്വന്തമെന്നും പറഞ്ഞ് അവളെ വളർത്തിയതാ. അവളെ അവൻ അട്ടപ്പാടിയിലെങ്ങാണ്ട് പോയപ്പോ കാട്ടീന്ന് കിട്ടിയതാ. അവിടുന്ന് കോരി എടുത്തോണ്ട് വന്ന് സ്വന്തം മോളെ പോലെ വളർത്തി. ഇപ്പൊ മറ്റാരേക്കാളും കണ്ണന് ജീവനാ ഈ പറയുന്ന കാർത്തൂന്. ഇത് വെച്ചോ. അയ്യോ വേണ്ടായിരുന്നു. വെച്ചോ. അല്ല, അനാഥ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ ഇനിയും 500 രൂപ തരുമോ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ വേറെ അനാഥ കുട്ടികളുണ്ടോന്ന് ഞാൻ അന്വേഷിക്കാം. വേണ്ട. പിന്നെ നമ്മൾ തമ്മിൽ ഈ വിവരം സംസാരിച്ചത് വേറെ ആരും അറിയണ്ട. ഡോക്ടർ ഞങ്ങൾക്ക് കാശ് തന്ന് സഹായിക്കുന്ന കൂട്ടത്തിലല്ലേ. അങ്ങനെയുള്ളവരെന്തു പറഞ്ഞാലും അത് ഞങ്ങൾ മറ്റാരോടും പറയത്തില്ല. എത്ര വർഷം മുമ്പാ
കണ്ണന് കാർത്തൂനെ കിട്ടിയത്? അവള് ജനിച്ചപ്പോഴേ കിട്ടിയതാ. അതായത് അവൾക്കിപ്പോ 10-24 വയസ്സ് കഴിഞ്ഞു കാണും. അപ്പൊ അത്രയും കൊല്ലമായി കാണും കണ്ണന് കാർത്തൂനെ കിട്ടിയിട്ട്. സാറിവിടെ വരുന്നത് മറ്റു പലർക്കും ഇഷ്ടമല്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സാറിന്റെ മനസ്സ് ശുദ്ധാന്നാ ഇവിടെ തെളിയണത്. എനിക്ക് അശുദ്ധിയൊന്നുമില്ല തിരുമേനി. ഞാൻ ശുദ്ധമായ മനസ്സോടെ ഇവിടെ വരുന്നത്. ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ തന്നെ. പിന്നെ നമുക്കിടയിൽ അശുദ്ധിയുള്ള ഒരുപാട് ഇനങ്ങളുണ്ട്. അവരാണ് നമ്മളെ ഇല്ലാതാക്കുന്നത്. അത് ശരിയാ. അല്ല, ഇവിടെ വന്നതിന് ശേഷം കുറെ നേരം കാത്തു നിന്നായിരുന്നല്ലോ. എന്നിട്ടാണല്ലോ ഇങ്ങോട്ട് കേറിയത്. ആരെയാ നോക്കി നിന്നത്? ആ കാർത്തൂന്ന പെൺകുട്ടിയെ ഒന്ന് കാണണമായിരുന്നു. മിക്ക ദിവസവും ഇവിടെ വരും ഈ സമയത്ത് തന്നെ. അതുകൊണ്ടാ കാണാൻ കാത്തു നിന്നത്. ഇന്ന് പക്ഷെ കാണുന്നില്ലല്ലോ. സാർ ഇവിടെ വരാൻ തുടങ്ങിയത് പിന്നെയാ കാർത്തു ഇവിടേക്കുള്ള വരവ് മുടക്കിയത്. അല്ലെങ്കിൽ ഇന്ന് വരുമായിരുന്നു. നാഗത്താന്മാർക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടിയാ. കുഞ്ഞുനാള് മുതലേ ഇവിടെ വന്ന് തൊഴും. ഞാൻ 10-30 കൊല്ലായി സർപ്പദൈവങ്ങളെ സേവിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അനാഥ കൊച്ചായിരുന്നു. എങ്കിലും അങ്ങനെ ഒരു തോന്നൽ അതിന് വരാത്ത രീതിയിലാ കണ്ണൻ ആ കുട്ടിയെ വളർത്തിയത്. അതുകൊണ്ടെന്താ, അവര് തമ്മിലൊരു അച്ഛൻ മകൾ ബന്ധാ. അല്ല, ദൈവം അറിഞ്ഞു തന്നെയാ കാർത്തൂനെ കണ്ണന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ കാട്ടിക്കിടന്ന കുഞ്ഞിനെ വല്ല മൃഗങ്ങളും പിടിച്ച് തിന്നേണ്ടതല്ലേ. അതും എവിടെയാ സ്ഥലം? അങ്ങ് അട്ടപ്പാടിയില്ല. ഇവിടുന്ന് ആ സമയത്ത് അവിടം വരെ പോയിട്ട് ആ കുഞ്ഞിനെ എടുത്തോണ്ട് വരാന്ന് വെച്ചാ അതിനകത്ത് ദൈവത്തിന്റെ ഒരു ഇടപെടലില്ലേ? തീർച്ചയായും. എനിക്ക് നല്ല ദൂരമുണ്ട് ഈ അമ്പലത്തിലേക്ക്. പക്ഷേ കുട്ടിക്കാലം മുതൽ ഞാനിവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ലല്ലോ. 10-25 കൊല്ലം മുമ്പാ വന്നിട്ടുള്ളത്. അന്ന് തിരുമേനി ആയിരുന്നില്ല പ്രധാന പൂജാരി. അല്ല, അന്ന് മറ്റൊരു സ്വാമി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സഹായിയായിരുന്നു. കാർത്തൂനെ കുറച്ചുകൂടി കാക്കല്ലേ? അല്ല, ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ അമ്പലത്തിൽ വെച്ച് കാർത്തു സാറിനോട് ചൂടായിട്ടുണ്ട്. ആ കുട്ടി ആരോടും അങ്ങനെ പെരുമാറുന്ന കൂട്ടത്തിലല്ല. എന്താ പിന്നെ അങ്ങനെ? അതും ഈ പറയുന്ന പോലെ ഓരോരോ തെറ്റിദ്ധാരണയാ. അയാൾ എന്തിനാ കാർത്തൂനെ കാണാൻ കാത്തു നിന്നത്? അയാൾ എന്തിനാ കാർത്തൂനെ കാണുന്നത്? ഞാൻ അവസാനമായി ഡോക്ടർ ജീവനെ കണ്ടപ്പോ അയാൾ കാർത്തൂനെ കാണണമെന്നും മോശമായ രീതിയിൽ എപ്പോഴെങ്കിലും കാർത്തൂനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു. ഏട്ടത്തെ എല്ലാ മകളെന്ന് ഉറപ്പിച്ച ശേഷം ഇനി കാർത്തൂനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? മോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ സംശയിച്ചു തുടങ്ങും. പിന്നെ കാർത്തൂന്റെ പിന്നാലെ ആയിരിക്കും നടപ്പ്. അതുകൊണ്ടായിരുന്നേ ഞാൻ വളരെ നേരത്തെ തന്നെ അതിന് തടയിടാൻ ശ്രമിച്ചത്. എന്റെ സ്വന്തം അനിയത്തിയാണ് കാർത്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തിരുത്തി പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ കണ്ണേട്ട. ഏട്ടത്തെ എന്നെ നാഴിക്ക് 40 വട്ടം കാട്ടിക്കിടന്നവള് അനാഥയെന്നൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ അവിടെ ഇപ്പൊ ജോലിക്ക് നിൽക്കുന്ന ആൾക്ക് കാർത്തൂനെ പറ്റി A-to Z അറിയാം. എന്തായാലും അയാളുടെ നോട്ടം കാർത്തൂലേക്ക് തിരിഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. മഞ്ജു മകളല്ലെന്ന് അയാൾ ഉറപ്പിച്ചത് എങ്ങനെയായിരിക്കും? അതിനൊരു മുടിനാര് മതി ഒരാൾ നമ്മുടെ മക്കളാണെന്ന് തെളിയിക്കാൻ. അങ്ങനെങ്കിൽ അയാൾക്ക് സംശയം തോന്നിയിട്ട് കാർത്തുവിന്റെ ഒരു മുടി സംഘടിപ്പിച്ച കാർത്തുവാണ് മകളെന്ന് തെളിയില്ലേ? ഉറപ്പായിട്ടും. എങ്കിൽ ഇനി അയാളെയോ അയാളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെയോ ഒരു കാരണവശാലും വീട്ടിനകത്തേക്ക് കയറ്റരുത്. കാർത്തൂന്റെ ചെറിയച്ഛനാണ് ദീപനെന്ന് അറിഞ്ഞ ശേഷം അവനൊരു സ്വർഗം പിടിച്ചെടുത്ത പോലെ നടക്കുന്നത്. പിന്നെ അവന്റെ ഏട്ടനെ പറ്റി അവന് നല്ല മതിപ്പാണ് താനും. എന്റെ അപ്പച്ചി വഞ്ചിച്ചു എന്നറിഞ്ഞൊരു നിരസം അല്ലാതെ അയാള് പാവാന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതെ, അവന്റെ ഏട്ടൻ അത്ര വലിയ ശത്രുവൊന്നുമല്ല. അതുകൊണ്ട് ആ വഴിക്ക് അവന്റെ ഏട്ടൻ സത്യങ്ങൾ അറിയാൻ ശ്രമിക്കുമെന്ന് അറിയില്ല. അങ്ങനാണെന്നുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിക്കും. അരുണെ, അവൻ എനിക്ക് വാക്ക് തന്നതാ കാർത്തൂന്റെ കാര്യമൊന്നും ജീവനോട് പറയില്ലെന്ന്.
വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ അവൻ ഒരിക്കലും വാക്ക് തെറ്റി. ആര് പോയാലും അവർക്ക് എന്താ അച്ഛാ? സ്വത്ത് അനുഭവിക്കാനുള്ളവരൊക്കെ തീരണം. അതാ രണ്ടിന്റെയും ചിന്ത. അത് നമുക്കെല്ലാം അറിയാം. എങ്കിലും അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട. നാളെ രാവിലെ തന്നെ മോൾ അവിടെ വരെ ഒന്ന് പോണം. അവരെന്തൊക്കെ പറയും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. അവൾ എന്നെ തല്ലാൻ വരെ ചാൻസ് ഉണ്ട് അച്ഛാ. തല്ലുന്നെങ്കിൽ തല്ലട്ടെ. അങ്ങനെ അവളുടെ കലിയും സങ്കടവും അടങ്ങുന്നുണ്ടെങ്കിൽ അടങ്ങട്ടെ. എന്നാലും അമ്മ എന്ന നിലയിൽ അവളെ പോയി കാണാനുള്ള കടമ നിനക്കുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരവസ്ഥയിൽ. അതോ അവള് വളർത്തമകളായി പോയതുകൊണ്ട് ഇപ്പൊ അവളോട് പഴയ സ്നേഹമൊന്നുമില്ലേ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഈ ഒരു അവസ്ഥയില് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മകളെ കാണാൻ അമ്മമാര് പോകില്ലേ? എനിക്ക് അവളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ശരത്തേട്ടാ, ഞാൻ അങ്ങോട്ട് പോവാത്തത്. അമ്മമാർക്ക് മകളെ ഫേസ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? അമ്മമാരോട് മക്കൾ പറയേണ്ട ചില വാക്കുകളുണ്ട്, അതൊന്നുമല്ല അവള് പറയുന്നത്. എന്തും പറഞ്ഞോട്ടെ, പക്ഷേ എന്നെ നീ അനുസരിക്കണം. നാളെ എവിടേക്ക് പോണം? ആ, പോകുമ്പോ ഇനി ഡോക്ടർ ജീവനെ കാണണ്ടെന്നൊന്നും പറയരുത്. അയാള് വിചാരിച്ചാലേ ഇനി മഞ്ജുവിന്റെ അനന്തുവിന്റെ സങ്കടം തീർക്കാൻ പറ്റൂ. മറ്റേതെല്ലാം ഡോക്ടർമാരെ അവര് കണ്ടു. തന്റെ സുഹൃത്തായ ഡോക്ടർ അരുന്ധതിയെ വരെ കണ്ടു. എന്നിട്ട് ഫലം ഉണ്ടായോ? പിന്നെ അയാളെ എന്തിനാ കാണരുതെന്ന് പറയുന്നത്? മുമ്പ് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായെന്ന് കരുതി അത് ഇനിയും മനസ്സിൽ വെച്ചോണ്ട് നടക്കണോ? ശരി ശരി, ഇനി അതേപ്പറ്റിയൊരു സംസാരം വേണ്ട. അവരവരുടെ രീതിയിൽ സഞ്ചരിച്ചോട്ടെ. ഞാൻ ഏതായാലും ഒരമ്മയെന്ന നിലയിൽ അവിടെ വരെ ഒന്ന് പോകാം. മോളെ, എന്താ മോളെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇതാരാ വന്നിരിക്കുന്നേ? കോലോത്തെ അമ്മത്തമ്പുരാട്ടിയല്ലേ? സുഖാണോ? തമ്പുരാൻ എവിടെ പോയതാ? നായേട്ടന് പോയതാണോ? മോളെ, ഞാൻ നിന്റെ അമ്മയാ. എന്റെ അമ്മ മരിച്ചുപോയി 1947 മുൻപ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്. അല്ല, വെറും കൈയോടെയാണോ വന്നത്? അതോ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവന്നായിരുന്നോ? ഞാനൊന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ലേ? പിന്നെ എന്തിനാ രാജകൊട്ടാരത്തിൽ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കാഴ്ച കാണാനാണോ? കുതിരപ്പുറത്താണോ അതോ തേരിലാണോ വന്നേ? മോളെ, നിനക്കെന്താ പറ്റിയത്? ഒന്നും കൊണ്ടുവരാഞ്ഞിട്ട് എന്താ പറ്റിയെന്നു? എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തേലും വേണം. മോളൊന്നും കഴിച്ചില്ലേ? ഒരാനയെ വിഴുങ്ങിയായിരുന്നു, അതങ്ങ് ദഹിച്ചു പോയി. അതാ ഈ വിശപ്പ്. എന്റെ കുട്ടികളെ എല്ലാരും കൂടി പട്ടിണി കിട്ട് കൊല്ലുവാ. എനിക്കൊന്നും തരുന്നില്ല. മൊത്തത്തില് പ്രശ്നം. സാരമില്ല, ഒരു ദിവസം ഞാൻ എല്ലാത്തിനെയും വേഷം കൊടുത്തങ്ങ് കൊല്ലും. മോൾക്കറിയായിരുന്നു ആ പലഹാരത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. പിന്നെ മോൾ അമ്മയുടെ വാക്ക് കേൾക്കാതെ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തത് തെറ്റല്ലേ? അപ്പൊ അവര് രണ്ടാളും കൂടെ കാർത്തുവച്ചിക്ക് ആ പലഹാരം കൊണ്ട് കൊടുത്തതോ? അവരെ പോലെയാണോ മോളെ മോള് ചിന്തിക്കേണ്ടത്? മഞ്ജു ചേച്ചിയുടെ കാര്യം പോട്ടെ, ചേച്ചി ഒരിക്കലും മാറില്ല. പക്ഷെ അനന്തവേണ്ട ഇത്രയും തരം താഴാൻ പാടുണ്ടോ? ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? എല്ലാവരും ഒരുപോലെ അല്ല ചിന്തിക്കുന്നത്. കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്നത് സമ്പത്തിനെയാ മോളെ. പണത്തിന് മേലെ ഒന്നുമില്ലെന്ന പലരുടെയും ചിന്ത. അനന്തുവിന് ആ സ്വഭാവമുണ്ട്. ഡോക്ടർ ജീവന്റെ അരികിൽ ഇനി പോയാൽ സ്വത്തൊന്നും കൊടുക്കില്ലെന്ന് പോയി പറയണമെന്ന് മോളുടെ അമ്മ പറഞ്ഞു. അതാണ് ഇതിന്. ശരത്ത് പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഒരു കുഞ്ഞില്ലാതെ മഞ്ജു നോർമലാകും തോന്നുന്നില്ല. അവരിനിയും
ഡോക്ടർ ജീവനെ കാണാൻ പോകും. അതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അവന്റെ ഈ നാട്ടിലേക്കുള്ള വരവ എല്ലാം തുലച്ചത്. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാം ശരിയാവാൻ. മഞ്ജുവിന്റെ സംസാരവും പെരുമാറ്റവും ഒന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അച്ഛാ. എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും ആദ്യമായി ഞാൻ മകളെ പോലെ കൊഞ്ചിച്ചത് അവളെയാ. ആ സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ട്. തമിഴ്നാട് വരെ ഒന്ന് പോയതാ. അവിടെ ഏതോ ഒരു വലിയ കോടീശ്വരന് ഉഴിച്ചിലും പിഴിച്ചിലും. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞേ വരൂ. വൈദ്യർ എനിക്കൊരു മരുന്ന് തന്നായിരുന്നു. അത് കൊടുക്കേണ്ട ആൾക്കല്ല കൊടുത്തത്, മാറിപ്പോയി. ഇപ്പം അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അതിന് മറുമരുന്ന് തരാൻ പറ്റുമോ? അയ്യോ, ഞാൻ എങ്ങനെ തരാനാ? ഞാൻ വെറും സഹായിയാ. അല്ല, ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് സഹായിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് മോശ ആളിന്റെ അവസ്ഥ, അതുകൊണ്ടാ. വൈദ്യര് തരേണ്ടത് വൈദ്യരെ തരൂ. എന്നാലൊന്ന് വിളിച്ചു ചോദിച്ചാ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ വിളിച്ചു ചോദിക്കണതേ വൈദ്യർക്ക് വലിയ ദേഷ്യ. പിന്നെ നിർബന്ധമാണെങ്കിൽ സാറൊന്ന് വിളിക്ക്. ഞാൻ ഒരുപാട് വിളിച്ചു, എടുക്കുന്നില്ല. എടുക്കത്തില്ല. അതുപോലുള്ള ചികിത്സയാ അവിടെ നടത്തിക്കൊണ്ടിരിക്കണേ. ഇനി വൈദ്യരുള്ളപ്പോ വന്നാ മതി. അത്രയും ദിവസമൊക്കെ തള്ളി നീക്കാന്ന് പറഞ്ഞ വേറെ രക്ഷയൊന്നും ഇല്ല സാറേ. അല്ല, ഒരു സംശയം. അപ്പൊ ആരുടെയെങ്കിലും സമനില തെറ്റിക്കാനാണോ മരുന്ന് വാങ്ങിച്ചോണ്ട് പോയത്? മരുന്ന് മാറിക്കഴിച്ച ആൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. ഏത് ദുഷ്ടന്മാര് വന്ന് ചോദിച്ചാലും വൈദ്യര് മരുന്ന് കൊടുക്കും. അത് ഫലിക്കുകയും ചെയ്യും. ആൾക്കാരെ കൊല്ലാനും തളർത്തിക്കിടത്താനും തലയ്ക്ക് സുഖമില്ലാതാക്കാനും വൈദ്യരുടെ മരുന്നിന് ശക്തിയുണ്ട്. അത് മനസ്സിലായി. അതുകൊണ്ട് പരമാവധി ആരെയും ദ്രോഹിക്കാണ്ടിരുന്ന നല്ലത്. ഞാൻ വൈദ്യര് വരുമ്പോ വരാം. ഓ, ആയിക്കോട്ടെ. ശരി എന്നാ. ആരായിരിക്കും ഇത് ചെയ്തത്? ഇനി ദീപനായിരിക്കൂടാ. അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അവനിപ്പോ അധികം കാണുന്നില്ല. അത് നമ്മളൊക്കെ ഇനി വിജിതയെ കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുങ്ങി നടക്കുകയാണെന്നാണ് എന്റെ സംശയം. അതല്ലടാ, ജീവൻ അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഒരു കഥ ദീപനോട് പറഞ്ഞ കാര്യം അവൻ നമ്മളോട് പറഞ്ഞല്ലേ. അതൊക്കെ അവൻ വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടന്റെ മുമ്പിൽ മനസ്സ് തുറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്നെ വിളിച്ച് സംശയം തീർക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും ഈ ജീവനില്ല. സ്വന്തം മകളാണ് കാർത്തു എന്ന് ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ അയാള്. ചിലപ്പോ കാർത്തു അയാളുടെ മോളാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവില്ല. കാർത്തുവിനെ കിട്ടിയ കഥകളൊക്കെ പറഞ്ഞു. നമുക്ക് ഉടനെ തന്നെ ദീപനെ കാണാം. പക്ഷെ അവനെ മാത്രം സംശയിക്കേണ്ട കേട്ടോ. ജീവനോട് ഈ കഥകൾ പറയാൻ മറ്റൊരുപാട് പേരില്ലേ. പവിത്രയുടെ ചേച്ചി, മഞ്ജു ഉൾപ്പെടെ പലരും. പിന്നെ അയാൾ നാഗക്ഷേത്രത്തിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നതല്ലേ. അവിടുത്തെ പൂജാരിക്കൊക്കെ കാർത്തുവിനെ പറ്റി വള്ളി പുള്ളി തെറ്റാതെ അറിയത്തില്ലേ. ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കാർത്തുവിനെ ഇനി അയാൾ വിടില്ല. ഏതു നേരവും എന്റെ മോളുടെ പിന്നാലെ അലയും. അതുറപ്പല്ലേ. ഇപ്പൊ തന്നെ നാഗക്ഷേത്രത്തിലൊക്കെ അയാൾ കാത്തു നിൽക്കുന്നില്ലേ കാർത്തുവിനെ കാണാനായിട്ട്? അതെ, അരുണിന്റെ അപ്പച്ചി അന്നേ പറഞ്ഞതാ മഞ്ജുവാണ് മകളെന്നങ്ങ് ഉറപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ അയാൾ മറ്റു അന്വേഷണത്തിനൊന്നും പോകില്ലായിരുന്നു. മഞ്ജുവിനെ സ്നേഹിച്ചങ്ങ് നടന്നേനെ. ഇപ്പൊ മഞ്ജുവിന്റെ സ്ഥാനത്തായി കാർത്തു. സത്യങ്ങൾ ഒരുപാട് കാലം ആരിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റില്ല. കാരണം അയാൾ ഒരു നല്ലവനായിരുന്നെങ്കിൽ, അയാൾ പറഞ്ഞ കഥകളൊക്കെ സത്യമായിരുന്നെങ്കിൽ എനിക്ക് വലിയ വിഷമമില്ലായിരുന്നു. ഇതിപ്പം ദുഷ്ടനായ ഒരാള് കാർത്തുവിന്റെ അവകാശം പറഞ്ഞു വരുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇനി ആർക്കും കാർത്തുവിൽ അവകാശം പറഞ്ഞു വരാൻ പറ്റില്ല. കാർത്തു അരുൺ സാറിന് സ്വന്തമാ. ഭർത്താവ് പറയുന്ന പോലെയാ ഭാര്യ കേൾക്കേണ്ടത്. അതുകൊണ്ട് കാർത്തു കൈവിട്ടു പോകുന്നൊന്നും നീ കരുതണ്ട. പിന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് നിന്നോടും അരുൺ സാറിന്റെ അപ്പച്ചിയോടുവാ. നിങ്ങളെ എല്ലാം മറന്നിട്ട് എന്തായാലും ഇന്നലെ കണ്ട ഒരുത്തന്റെ പിന്നാലെ ഒന്നും കാർത്തു പോവില്ല. ഏതായാലും നീ വണ്ടി എടുക്ക. ഇപ്പൊ തന്നെ ദീപനെ കാണണം. അവനാണ് ഈ പണി പറ്റിച്ചതെങ്കിൽ അവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലടാ. അവന്റെ പറമ്പ് ഇത് നമ്മൾ പോണം. അവന്റെ ഒന്നും നമുക്ക് വേണ്ട. അവനങ്ങനെ ചെയ്യില്ലെന്ന് എന്റെ വിശ്വാസം. മാളൂനോട് ഞാൻ പറഞ്ഞതാ പലഹാരം അവിടെ കൊണ്ട് കൊടുക്കരുതെന്ന്. ഇനി അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. മഞ്ജുവിന്റെ സ്വഭാവം നമുക്കറിയാം. എന്നാലും അരുണിനേക്കാളും മൂത്തതല്ലേ അനന്തു. അപ്പോഴവൻ കുറച്ചുകൂടി പക്വത കാണിക്കണ്ടേ. അവൻ ഭാര്യ പറഞ്ഞ് തിരുത്താതെ കൂടെ നിന്നതിന്റെ ഫലമാണ് അവനിപ്പോ അനുഭവിക്കുന്നത്. മഞ്ജുവിനെ ഈ നിലയിൽ കാണേണ്ടി വന്നതും അതുകൊണ്ടാ.
എനിക്കിതൊക്കെ കേട്ടിട്ട് സഹിക്കുന്നില്ല അമ്മേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്തേ പറ്റൂ. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുപോയി ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ. അവള് കാറിൽ കേറില്ലെന്നാ അവൻ പറയുന്നത്. അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പത്മിനിയേച്ചി എന്നെ വിളിക്കില്ല. എന്നൊന്നും പറയണ്ട മോളെ. ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് പറഞ്ഞു നടക്കുന്ന സ്വഭാവക്കാരിയാ പത്മിനി. എന്നാലും എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ അമ്മേ. ഈ സമയത്ത് അവിടെ ആള് വേണ്ടത്. എന്നെ രണ്ടാളും കൂടി ഓടിച്ചു വിട്ടതാ. ഇനി ഏതായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ പോയി 2 ദിവസം നിന്നതിന്റെ പേരിൽ ഞാനും പ്രതിയായി. മക്കളോടും മരുമക്കളോടും ഒന്നും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല മോളെ. ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത് ഓരോരുത്തരും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഓരോന്ന് പറയുമ്പോഴാ. ആ കാര്യത്തിൽ ഇപ്പൊ ഭാര്യയും ഭർത്താവും മത്സരിക്കുക. അതുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ എനിക്ക് വയ്യ. എന്തായാലും അപ്പച്ചിയെ ഒന്ന് വിളിച്ച് വിവരം പറയണം. അപ്പച്ചി വിചാരിച്ചാലേ ഏതെങ്കിലും നല്ല ഡോക്ടറുടെ അടുക്കെ എത്രയും പെട്ടെന്ന് മഞ്ജുടത്തെ കൊണ്ടുപോകാൻ പറ്റൂ. അവളും എന്റെ അവസ്ഥയിലാ മോളെ. അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലാ. നല്ലത് പറഞ്ഞാൽ അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അനന്ത് പോലും ഒന്നും ഉൾക്കൊള്ളുന്നില്ല. ആ നിലയ്ക്ക് മകനാണെങ്കിലും അങ്ങോട്ട് പോയി വെറുതെ തലവേദന പിടിച്ചു വാങ്ങാൻ എനിക്ക് വയ്യ. ഞാനൊന്ന് അപ്പച്ചിയെ വിളിക്കട്ടെ. അല്ല സാറേ, ആ കൊച്ചിന് സാറിനെ കാണാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ആരോടും ദേഷ്യം കാണിക്കാത്ത കൂട്ടത്തിലാ. പക്ഷെ സാറിന്റെ കാര്യം പറയുമ്പോ മുഖത്തൊരു ചുമടാ. പിന്നെന്തിനാ സാറാ കുട്ടിയെ കാണാൻ ഇങ്ങനെ ആഗ്രഹിക്കണത്? അതൊക്കെ ഇപ്പൊ തിരുമേനോട് പറയാൻ പറ്റില്ല. അയ്യോ, പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. പിന്നെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന കാർത്തു ഇപ്പൊ തൊഴില് മുടക്കുന്നത് സാറ് കാരണമെന്നാ എനിക്ക് തോന്നുന്നത്. അതത്ര നല്ലതല്ല സാറേ. ഞാൻ പറഞ്ഞല്ലോ, നാഗത്താന്മാർക്കേറെ പ്രിയപ്പെട്ട കുട്ടിയാ. അങ്ങനെയുള്ളവരെ സ്ഥിരമായിട്ട് കാണാണ്ടിരുന്ന സർപ്പദൈവങ്ങൾ കോപിക്കും. അതിന് കാരണക്കാരായവർക്ക് ദോഷ. എന്റെ മനസ്സിലെന്താണെന്ന് സർപ്പദൈവങ്ങൾക്കറിയാം. അതുകൊണ്ട് സർപ്പകോപം എനിക്കുണ്ടാവാൻ സാധ്യതയില്ല തിരുമേനി. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കാർത്തു അയാളുടെ മകളാണെന്ന് അയാൾ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. അയാൾക്ക് അടി കൊടുത്ത് വിടാൻ മേലായിരുന്നു സാറേ. അതൊന്നും വേണ്ട. അയാളോട് മാന്യമായിട്ട് സംസാരിച്ചിട്ട് അയാളെ ഒഴിവാക്കണം. ഇനി വന്ന അയാൾക്ക് അടി കൊടുക്കേണ്ടി വരും കണ്ണേട്ടാ. കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ കൊടുത്തത് തിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നേ. കണ്ണേട്ടൻ എന്താ ഇപ്പൊ അയാളോട് സിമ്പതി പോലെ? എനിക്ക് സിമ്പതിയൊന്നുമില്ല. പിന്നെ ദീപം പറഞ്ഞ കഥകൾ ഞാൻ അരുണിനോട് പറഞ്ഞതല്ലേ. അതൊക്കെ കണ്ണേട്ടൻ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പിന്നെ പപ്പൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ ആർക്കായാലും എപ്പോഴാണെങ്കിലും ഉണ്ടാവാം. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഞാൻ ജയിലിലേക്ക് പോയത്? നമുക്കിടയിൽ നിന്ന് കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് നല്ലവനെയും മോശക്കാരനാക്കാൻ പറ്റും. എന്റെ അപ്പച്ചി അയാളുടെ കുഞ്ഞിന്റെ അമ്മയാൻ പോകുന്നു അറിഞ്ഞ ശേഷം അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദീപനോട് അവന്റെ ഏട്ടൻ പറഞ്ഞ കഥയില് അരുണിന്റെ അപ്പച്ചി പിന്നെ അയാളെ തിരിഞ്ഞു നോക്കിയില്ലെന്നാ പറഞ്ഞേ. അതിന്റെ കാരണം ജീവന്റെ അവിഹിത ബന്ധമായിരുന്നു. അതൊക്കെ ഒരു നാടകമായിരുന്നു എന്നാ അയാള് പറയുന്നേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ അപ്പച്ചയെയും മുത്തച്ഛനെയും കൊല്ലാതെ കൊന്നവനെ ഇനി എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കില്ല. അവൻ പറയുന്ന കഥകളൊന്നും വിശ്വസിക്കൂല. കാർത്തു അയാളോട് എങ്ങനെ ഇടപെട്ടത്? കാർത്തു കണ്ടില്ല. അതിനു മുമ്പ് അയാളെ ഞാൻ ഓടിച്ചു വിട്ടു. അല്ല, ഈ ജീവനെ അരുണിന്റെ അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ അമ്മയോട് എങ്ങും തൊടാതെ സംസാരിക്കാറുണ്ട്. ജീവനെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്. മുത്തച്ഛനെ അപ്പച്ചയും പറ്റിച്ച ആളെന്നേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ ജീവനെ അമ്മ കണ്ടിട്ട് പോലുമില്ല. എങ്കിലും അന്ന് നടന്ന സംഭവമൊക്കെ അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ. അത് ചില